പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഗുരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഗുരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാരഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കാരാക്കുന്നത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അങ്ങിൽ നിന്ന് അകന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ തിരുസന്നിധിയിൽ അണയുന്നു. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും പുകഴും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുത്യനുമെന്നെന്നും. അനവത്യം മമനാദാമിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോരെന്നും തവകർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. മീറ്റിംഗ് ഹാളിൽ കുമ്പസാരം നടക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചെല്ലേണ്ട കാര്യമില്ല. സമയം ഇടവിട്ട് പോയി കുമ്പസാരിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥനിലൂടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനു ദുരിതം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 34, 27 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപട കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവിൻ തന്റെ ഭവനത്തിൽ വസിക്കുന്നതോട് വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നവജീവിതം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിപ്പിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം ഇന്നരതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതു കിടട്ടെ. പൂരിത കവിത പൂരിത താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാൻ ഇന്ന് വചന സന്ദേശം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ജൂജി അച്ഛനാണ്. അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനം നിറഞ്ഞ വികാരി അച്ഛ, മാതാപിതാക്കളെ,
പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് പേതൃത്തെയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് നോമ്പുകാലം തുടങ്ങുകയാണ്. നാളെ മുതലാണ് നമ്മൾ നോമ്പ് തുടങ്ങുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുക ഈശോയുടെ ഉപവാസവും അതിനുശേഷമുള്ള പരീക്ഷണങ്ങളുമാണ്. അപ്പോൾ ഇതിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഒന്നാമത് 40 ദിവസം ഈശോ ഉപവസിച്ചു. ഉപവാസത്തിന് ശേഷം ഈശോ പരീക്ഷിക്കപ്പെടുന്നു. ആ പരീക്ഷണങ്ങളെ ഈശോ അതിജീവിക്കുന്നു. ഈശോയ്ക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ തന്നെയാണ്, അല്ലേ? ആദ്യത്തെ പരീക്ഷണം എന്താണ്? വിശപ്പ്, അല്ലേ? നമ്മളുടെ ഏറ്റവും അനുദിന ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊരിക്കൽ ഒരു മനുഷ്യന് വിശന്നപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചതിൻ്റെ പേരിൽ ഒരു സമൂഹം കുറേ ആളുകൾ ചേർന്ന് ആ മനുഷ്യനെ തല്ലിക്കൊന്നു. അപ്പോൾ ജനസമൂഹം എല്ലാം അതിനെ എതിർത്തു, അപലപിച്ചു. അതിൻ്റെ കാരണം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കക്കുന്നത് പോലും തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അതിലൊരു ശരിയുണ്ട് താനും. അതിലൊരു അടിസ്ഥാനപരമായ ആവശ്യങ്ങളില്ലാതെ വരുമ്പോൾ നമ്മളത് നിറവേറ്റി കൊടുക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി കക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഇടയാകരുത്. കാരണം എന്താണ്? അത് തിരിച്ചറിഞ്ഞു കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ആദ്യത്തെ പ്രലോഭനം എന്നുള്ളത്. വിശന്നു, അല്ലേ? ആ വിശപ്പിനെ അതിജീവിക്കാനായിട്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കുക, കല്ല് അപ്പമായി മാറ്റുക. അധ്വാനിക്കാതെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ സാധിക്കും. പക്ഷേ ഈശോ നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. അപ്പോൾ അധ്വാനിക്കാതെ നാം നേടുന്നതൊന്നിനും വില ഈശോ നൽകുന്നില്ല. ഒന്ന് കരമുയർത്തി പറയാമോ ഹല്ലേലൂയ? ഒന്ന് സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? ഒരിക്കൽ കൂടെ. അപ്പോൾ രണ്ടാമത്തെ പ്രലോഭനം എന്താണ്? രണ്ടാമത്തെ പ്രലോഭനം ഒരു മാജിക് കാണിക്കുന്ന പോലെ, അല്ലേ? ഒരു വലിയ കാര്യം നടത്തുക, അപ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക. അപ്പോൾ ഈശോ വന്നത് ശരിക്കും ദൈവപുത്രനാണ്. ജനത്തെയൊക്കെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, ജനത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെകുത്താൻ പറഞ്ഞത് മലയിൽ നിന്ന് അങ്ങോട്ട് ചാടുമ്പോൾ എല്ലാവരും മലയിൽ നിന്ന് ഒരു പരുക്കും പറ്റാത്ത താഴേക്ക് ചാടുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും നീ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കും. പക്ഷേ ദൈവപുത്രനാണെന്ന് അങ്ങനെയല്ലായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത്. നേരെ മറിച്ച് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാനായിട്ട് പിതാവായ ദൈവം അവന് ഈശോയ്ക്ക് കൽപ്പിച്ചരുളിയത് കുരിശുകളായിരുന്നു, സഹനങ്ങളായിരുന്നു. സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പാതയിലൂടെയാണ് ഈശോ താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടിയിരുന്നത്. നമ്മളും അങ്ങനെ തന്നെ തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ പ്രലോഭനം. നമുക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ച് വലിയവരാകണമെന്ന് ആഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ നന്മയുടെ പാതയിൽ ചരിക്കാൻ നമ്മൾ പരിശ്രമിക്കാറില്ല. കരമുയർത്തി പറയാം ഹല്ലേലൂയ? സ്വരമുയർത്തി ഒരിക്കൽ കൂടെ. മൂന്നാമത്തെ പ്രലോഭനം എന്താണ്? ഈ നൈമിഷികമായ ലോകം, അതിൻ്റെ എല്ലാ സുഖലോലുപതകളും എല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. എന്ത് ചെയ്യണം? നീ ചെകുത്താനെ ആരാധിക്കണം, അല്ലേ? അപ്പോൾ ഈ ലോകത്തിലെ സമ്പത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മളിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്.
അല്ലെങ്കിൽ തിന്മ ചെയ്ത് സമ്പാദിക്കുന്ന ഒത്തിരി പേരുണ്ട്. വഞ്ചിച്ചും കള്ളം പറഞ്ഞും സമ്പാദ്യം നേടുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ ആരാധിച്ച് ഈ ലോകം സ്വന്തമാക്കാനുള്ള ഒരു പ്രവണതയാണ്. ഇപ്പോൾ നന്മയെ ഉപേക്ഷിക്കാതെ നാം നേടുന്നതിനെല്ലാം വിലയുണ്ട്. നന്മയെ, ദൈവത്തെ, അവിടുത്തെ വചനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നാം എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും അതിനൊന്നും വിലയില്ല. യേശു അവിടെയും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ സാത്താനെ പരാജയപ്പെടുത്തി നാം കാണുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. നമ്മൾ 50 ദിവസമാണ് ഉപവസിക്കുന്നത്. എന്തുകൊണ്ടാണ് 50 ദിവസം എന്നറിയോ? ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ ഞായറാഴ്ചകൾ അതിൻ്റെ അകത്ത് വരുന്നു, പിന്നെ ഹോളി വീക്കിൻ്റെ കുറച്ച് ദിവസങ്ങളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് 50 ആകുന്നത്. നമുക്കും 40 ദിവസമായിരുന്നു. പക്ഷേ ഈ 40 ദിവസം 50 ദിവസമായിട്ടാണ് കിടക്കുന്നത്. ഞായറാഴ്ചകൾ ഈ നോമ്പിൻ്റെ ഇടയിലില്ലായിരുന്നു. ഞായറാഴ്ച നോമ്പ് നോക്കുന്നത് ആദിമ സഭയിൽ അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ചകൾ എടുത്ത് മാറ്റി ഹോളി വീക്കിൻ്റെ കുറച്ച് ദിവസങ്ങളൂടെ മാറ്റുമ്പോൾ 40 ദിവസമാണുള്ളത്. പക്ഷെ നമ്മളത് നോമ്പ് നോക്കാൻ തുടങ്ങിയപ്പോൾ ആകെ കൂടെ നമ്മൾ ഞായറാഴ്ച മാത്രമേ ഇറച്ചി കഴിച്ചിരുന്നുള്ളൂ പണ്ട്. അതുകൊണ്ടാണ് ഞായറാഴ്ച കൂടെ നോമ്പിൻ്റെ ഭാഗമാക്കുകയും അതോടൊപ്പം തന്നെ ഹോളി വീക്കും കൂടെ ദിവസങ്ങളും കൂടെ ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പ് എത്ര ദിവസമുണ്ട്? 50 ദിവസമായിട്ട് ഉണ്ട്. അപ്പോൾ 40, 50, 60, 80 എന്നുള്ളതല്ല പ്രസക്തം. എന്താണ് പ്രസക്തം? ഉപവസിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരു തിരുവചന ഭാഗം ധ്യാനിക്കാം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം. ഞങ്ങളെ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ ഇത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇറച്ചി കഴിക്കാതിരുന്നാൽ ഉപവാസമായി എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് തിന്മയിലേക്ക് നയിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കാൻ സാധിക്കണം. പരദൂഷണം നിർത്തണം. തിന്മയുടെ ശക്തികളെ ഉപേക്ഷിക്കണം. അടിമത്തങ്ങളിൽ നിന്ന് മാറിപ്പോകണം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഭവനങ്ങളെ തിന്മയിലേക്ക്, അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കണം. മദ്യപാനം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെ അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു ദിവസത്തേക്കല്ല, 40 ദിവസത്തേക്കല്ല, 50 ദിവസത്തേക്കല്ല. നേരെ മറിച്ച് അത് ജീവിതത്തിൽ ഉടനീളം സംഭവിക്കേണ്ട കാര്യമാണ്. ഈസ്റ്റർ ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുടി നിർത്തരുത്. കുടി നിർത്തുക. ഈസ്റ്റർ ദിവസം ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. അപ്പോൾ നുഖങ്ങൾ എടുത്തു മാറ്റുന്നത് അവിടെ വെച്ചിട്ട് വീണ്ടും എടുത്ത് തലയിൽ വെക്കാനല്ല, അത് എന്നത്തേക്കുമായി പൊട്ടിച്ചെറിയുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. വിശക്കുന്നവനുമായി, ഇച്ചിരി ഉറക്കെ വായിച്ചേ പറഞ്ഞു, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ എന്താണ് യഥാർത്ഥമായ ഉപവാസം? ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നത്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് ഉപവാസം. നന്മ ചെയ്യാൻ സാധിക്കുന്നതാണ് ഉപവാസം. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരുടെ കുറവുകളും പോരായ്മകളും കണ്ടെത്താനും അവരെ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്കുള്ളവ പങ്കുവയ്ക്കുന്നതാണ് ഉപവാസം.
അപ്പോൾ ഉപവാസം എന്നുള്ളത് ഇറച്ചിയും മീനും ഒക്കെ, അല്ലെങ്കിൽ ഇറച്ചിയോ എന്ത് സാധനങ്ങളാണോ നമ്മൾ കഴിക്കാതിരിക്കുന്നത്, ഒരു നേരത്തെ ഉപവാസം, അത് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈസ്റ്ററിന് കാര്യമായിട്ട് ആഘോഷിക്കുന്നതല്ല ഉപവാസം. നേരെ മറിച്ച് അത് മാറ്റിവെച്ചിട്ട് ആവശ്യമുള്ളവന്, വിശക്കുന്നവന് കൊടുക്കുന്നതാണ് ഉപവാസം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉപവാസമാകുക. നമ്മിൽ നിന്നും ദൈവത്തിലേക്കുള്ള യാത്രയാണ് ഉപവാസം. അത് സഹോദരനിലൂടെ സാധിക്കൂ എന്ന് തിരിച്ചറിവാണ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ അപരനെ സഹായിക്കുവാൻ നമുക്കുള്ളവ പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപവാസത്തിലേക്ക് കടക്കുക. എന്നിട്ട് 8-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. അപ്പോൾ നിന്റെ നീതി എന്നുള്ളത് നിന്റെ ചുറ്റും ജീവിക്കുന്ന ബലഹീനരായ, പാപികളായ, കുറവുകളുള്ള മനുഷ്യരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി നിന്നെ തന്നെ പങ്കുവെച്ച് നൽകുകയും ചെയ്യുന്നതാണ് നിന്റെ നീതി. ആ നീതി നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം നിന്റെ പിന്നിൽ നിന്നെ സഹായിക്കും, സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ ഉപവസിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. നീ പ്രാർത്ഥിച്ചാൽ, 9-ാമത്തെ തിരുവചനം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണങ്ങളും ദുർഭാഷണങ്ങളും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അപ്പോൾ മറ്റുള്ളവരെ മർദ്ദിക്കാതെ, വഞ്ചിക്കാതെ ജീവിക്കുവാനും, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വാക്കുകൊണ്ട്, ഉപദ്രവിച്ചുകൊണ്ട്, ശപിച്ചുകൊണ്ട്, കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന സ്വഭാവം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാനും നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഏറ്റവും വലിയ ഉപവാസം എന്നുള്ളത്. അതാണ് ഉപവാസത്തിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത്. ഈ ഒരു തിരുവചന ഭാഗം അടുത്ത 10-ാമത്തെ തിരുവചനം ധ്യാനിക്കുന്നതിന് മുമ്പ് ഒരു 2 വാക്ക് സ്മൈലിനെ പറ്റി കൂടെ പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള വിശക്കുന്നവരെയും ഭവനമില്ലാത്തവരെയും സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലമാണ് സ്മൈൽ എന്ന് നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ സ്മൈൽ ഗ്രാമത്തെ പോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രൂപതയിലും ഒക്കെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ആരുമില്ലാത്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പകുത്ത് നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഭവനരഹിതരെ സ്വീകരിക്കുക പ്രായോഗികമായും സാധിക്കുന്ന ഒരു കാര്യമല്ല, നിയമപരമായും അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വീകരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇന്ന് കടന്നു ചെല്ലാനായിട്ട്, അവിടെ സമയം ചെലവഴിക്കാനായിട്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപവാസം ദൈവത്തിന് സ്വീകാര്യമായി മാറുക. യഥാർത്ഥത്തിലായിട്ടുള്ള ക്രിസ്തീയ ഉപവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദാനധർമ്മം ഉപവാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. നാം മാറ്റിവെക്കുന്നത് പാവങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നില്ലെങ്കിൽ അത് ഉപവാസമല്ല, അത് പിശുക്കാണ്, അല്ലെങ്കിൽ അത് ഒരു മാനേജ്മെൻ്റാണ്. ഈ യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 10-ാം തിരുവചനം നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. നമുക്കതൊന്ന് പഠിക്കാം, ഒരുമിച്ച് വായിക്കാം. ഒന്നുറക്കെ പറയുക. വിശക്കുന്നവർക്ക്, കുറച്ചും കൂടെ ശബ്ദത്തിൽ, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളെ, പാപാവസ്ഥകളെ, ബന്ധനങ്ങളെ, സമാധാനമില്ലാത്ത അവസ്ഥകളെ, നമ്മുടെ ദുശീലങ്ങളെ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളിലേക്ക്, കുറവുകളിലേക്ക്, രോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ ഏറ്റവും
വലിയതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, വിഷമിക്കുന്ന, വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. അത് സ്മൈൽ ഗ്രാമത്തിലേക്ക് തന്നെ വരണമെന്നില്ല. നമ്മുടെയൊക്കെ ഭവനത്തിന് തൊട്ടടുത്ത് പ്രായമായവരുണ്ടാകാം. നമ്മുടെ ഭവനത്തിൽ തന്നെ പ്രായമായ വ്യക്തികളുണ്ടാകാം. നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മുടെ ജീവിത പങ്കാളി കുറവുകളും പോരായ്മകളും ഉള്ളവരായിരിക്കാം. എന്തെങ്കിലുമൊക്കെ അടിമത്തത്തിന്, എന്തെങ്കിലുമൊക്കെ കുറവുകൾക്ക് അദ്ദേഹവും അല്ലെങ്കിൽ ആ വ്യക്തിയും ഭാഗമാകാം. അപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കുവാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് ചേർത്ത് പിടിക്കുക, ദൈവത്തോട് തന്നെയാണ് അടുത്തിരിക്കുക. നമ്മുടെ ചുറ്റും നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യൻ്റെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവന് വെളിച്ചമായി മാറാൻ, അവനെ ആശ്വസിപ്പിക്കാൻ, അവളെ കരുതാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. ദൈവം നമ്മെ നിരന്തരം നയിക്കും. 11-ാമത്തെ തിരുവചനം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകുന്നേ. അപരൻ്റെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക്, ബലഹീനതകളിലേക്ക് പ്രകാശമായി, നന്മയായി ഇറങ്ങിച്ചെല്ലാനും ദൈവത്തിൻ്റെ പ്രകാശത്താൽ, സമൃദ്ധിയാൽ, സമാധാനത്താൽ നിറയുവാനും ഈ നോമ്പുകാലത്തിൽ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ആഴപ്പെടുവാനും ആ വചനത്താൽ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനും ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നോമ്പാചരണവും ദൈവത്തിലേക്കും നന്മയിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മെ അടുപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് യാചിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ മിശിഹായി, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായി, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോട് കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായി, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായി, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ വലിയ ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിലവുമിതാ പാവന
ബലിപീഠേ സ്നേഹഭയങ്ങളുടനയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാരവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവനും വലിയവനും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ എളുപ്പം നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നൽകുന്ന ഈ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയബദ്ധജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയിലും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ,
മാർ ഫ്രാൻസിസ് പാപ്പാക്കും, മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലീത്താക്കും, മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്താക്കും, മാർ പോളി മെത്രാനും, പുരോഹിതന്മാർ, ശംശാന മനസ്സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തർ, വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, പ്രത്യേകമായി ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുട്ടത്തറ ദേവി ഭാര്യ റോസിക്കും, വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഡിഗ്രി തലങ്ങളിലെയും ഫൈനൽ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, നാളെ മുതൽ ആരംഭിക്കുന്ന 50 നോമ്പിൻ്റെ വിജയത്തിനും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പാവനാത്മാവേ, അങ്ങയുടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് കടങ്ങളെ പ്രവർത്തിക്കും, പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുരിതമനോട് തീരോന്നനവേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപ്രമുഖം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിക്ഷകളകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരി, സ്വർഗരാഷ്ട്ര വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ദിവ്യരഹസ്യങ്ങളാൽ നവജീവനം പ്രാപിക്കുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷണാനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരുടെ കൂടെ സ്വർഗീയ യെരൂശലേമിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിന്റെ പാതയിൽ ചരിക്കാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ. തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശദീകൃതരായ നമ്മെ ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കുകാരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവിടെ സന്താനങ്ങളുടെയും മേൽ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുരിശിന്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.